Hello everyone, welcome to Vedanta Malayalam channel. എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിഡ ഈസ് യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പം ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചിലരുടെ എങ്കിലും ഒരു മനസ്സിലൊരു പേടി ജനിപ്പിക്കുന്ന ഒരു ചെറിയൊരു ചാപ്റ്ററാണ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു വെയിറ്റേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബോർഡ് എക്സാമിന് അറൌണ്ട് 4 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഹെക്റ്റിക് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ സീനിയേഴ്സിനല്ല അവരെക്കാട്ടിലും കുറച്ചും കൂടെ സീനിയേഴ്സിനടക്കം ഈ ഒരു ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളുടെ ഭാഗ്യവശാൽ ഒരു പോയിന്റിലെ ഭാഗ്യം എന്ന് പറയാം, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലേ. യെസ്, പക്ഷെ എന്നിരുന്നാലും ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ വളരെ ലക്കിയാണ് മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സോ 4 മാർക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് വെയിറ്റേജ് വരാൻ ചാൻസ് ഉള്ളത്. സോ ഡെഫിനറ്റ്ലി ഈ 4 മാർക്കും നമ്മൾ എന്ത് ചെയ്യും, അടിച്ചെടുത്തിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ മക്കളെ, ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതൊരു റീസൺ ആയിട്ട് എടുക്കുക. ആൻഡ് പ്ലസ് ഒരുപാട് റീസൺസ് അവിടെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് സെഷൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ എന്തിനു സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ സെഷൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്നുള്ള റീസൺസും ഒരുപാട് ആഡ് ഓൺസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു വേദാന്ത മലയാളം ചാനൽ. ആൻഡ് യെസ്, here we go. അപ്പൊ വേണം സെമി കണ്ടക്ടേഴ്സ് ആണല്ലേ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ ഇത്രയും ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നു, ഫോൺ യൂസ് ചെയ്യുന്നു, ടാബ് യൂസ് ചെയ്യുന്നു, അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എന്താ പറയാ, അങ്ങനെ ഒരു മോഡേൺ സൊസൈറ്റിയിലായിരിക്കുന്ന അല്ലെങ്കിൽ ഈ മോഡേൺ ടെക്നോളജീസിനെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും എന്താണ് ഈ ഒരു മോഡേൺ ഈ പറയുന്ന ഈ ഒരു ടെക്നോളജിയിലും ഇതിലൊക്കെ സെമി കണ്ടക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആൻഡ് അതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മിക ബോധം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ യെസ്, അപ്പൊ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കിട്ടാതിരിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എക്സാമിനുള്ളത് കൊണ്ട് നമുക്ക് മാർക്ക് വാങ്ങേണ്ടതുകൊണ്ട് 4 മാർക്ക് വരുന്ന ചാപ്റ്റർ ആണ്. സോ ഡെഫിനറ്റ്ലി എന്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. സോ യെസ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് തരത്തിലുള്ള അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലാബിലെങ്കിലും ഇത്തരം സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സും അതേപോലെ തന്നെ ചിപ്പുകൾ, IC ചിപ്പുകളും ഇന്റഗ്രേറ്റഡ് അല്ലെ. യെസ്, അപ്പം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ലാബുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവണം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം എന്റെ ലാബിൽ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. കണ്ടിട്ടുള്ളവർ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പേര് എന്നാണ് മനസ്സിലായത്, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഇത്രയും ആയല്ലോ, നമ്മൾ +2 അവസാനമൊക്കെ ആയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഓരോ സാധനങ്ങളും നമുക്ക് മനസ്സിലാവേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ, ഫസ്റ്റ് ടൈം കാണുമ്പോഴൊക്കെ ഉണ്ടായ നിങ്ങളുടെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. യെസ്, അപ്പം നമ്മൾ അടുത്തത് സെമി കണ്ടക്ടേഴ്സിനെ തന്നെ ഇന്ന് നമുക്ക് ഗാലറി മൊത്തം നമുക്ക് എതിരാണല്ലോടാ മക്കളെ. ഓക്കെ ഫൈൻ. അപ്പൊ എടാ, നമ്മുടെ സെമി കണ്ടക്ടേഴ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ 1904 നമ്മുടെ തോമസ് ആൽവ എഡിസൺ ആണ് ഫസ്റ്റ് ഇൻകാൻഡസെന്റ് ബൾബ് കണ്ടെത്തിയത് അല്ലെ. ഇൻകാൻഡസെന്റ് ബൾബ് അല്ലെങ്കിൽ 2 ഇലക്ട്രോഡ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് 1946 ഇനിയാക്ക് എന്താണ് വലിയ കമ്പ്യൂട്ടർ, ഒരു 30 ടൺ സൈസ് ഉള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു ഇനിയാക്ക് എന്ന് പറയുന്നത്. അതാണ് 1946. കാരണം തോമസ് ആൽവ എഡിസൺ 1904 ചെയ്തു വെച്ച ഈ ഒരു ഫൈൻഡിങ്ങിൽ നിന്നായിരുന്നു ഇനിയാക്കിലോട്ടുള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ 1948 ട്രാൻസിസ്റ്റേഴ്സ് കണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടെക്നോളജിക്കൽ വേൾഡിനെ കുറച്ചും കൂടെ ചെറുതാക്കി തന്നത് ഈ ട്രാൻസിസ്റ്റേഴ്സിന്റെയും കൂടെ ഒരു വരവോട് കൂടെയാണ്. സോ മക്കളെ, നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ ഇതാണ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ്. സോ ഈ ഒരു ഷീറ്റിന് ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ അല്ലെ. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് അല്ലേടാ. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ആൻഡ് ഓഫ് കോഴ്സ് കണ്ടക്ടിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസിസ്റ്റിവിറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? യെസ്, ഇറ്റ് വിൽ ബി ലോ റെസിസ്റ്റീവ്.
സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ കണ്ടക്ടിവിറ്റി ആണ്, ലോ റെസിസ്റ്റൻസ് ആണ്. മെറ്റൽസ് എല്ലാം ഒരുവിധം നമ്മൾ എന്ത് പറയും, കണ്ടക്ടേഴ്സ് ആണെന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൽ എന്താണ് പറയുന്നത്, കണ്ടക്ടിവിറ്റി വളരെ വളരെ കുറവാണ് അല്ലെ. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന റബ്ബർ, പ്ലാസ്റ്റിക് അല്ലെ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സിൽ പറയുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെറ്റൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ, അപ്പൊ നമുക്ക് അറിയാം മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടക്ഷൻ അല്ലെ. ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റബ്ബറും ഗ്ലാസും പ്ലാസ്റ്റിക്കും എല്ലാം എന്ത് തന്നെയാണ്, യെസ് ഇൻസുലേറ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് അതെന്തായിരിക്കും, കണ്ടക്ടിവിറ്റി വളരെ ലോ ആയിരിക്കും. അപ്പൊ കണ്ടക്ടിവിറ്റി വളരെ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, യെസ് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് ആർക്കുള്ളത്, ഇൻസുലേറ്റേഴ്സ്. ഇതിനൊക്കെ ഇടയിൽ കിടക്കുന്ന ആശാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് അല്ലെ. ഇന്റർമീഡിയറ്റ് കണ്ടക്ടിവിറ്റി, ഇന്റർമീഡിയറ്റ് റെസിസ്റ്റിവിറ്റി അല്ലെ. ഈ കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ആരെയൊക്കെ പറയും, സിലിക്കൺ, ജെർമേനിയം അല്ലെ, ഗാലിയം ആർസനൈഡ്, ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾസ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരാളാണ് സെമി കണ്ടക്ടർ. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടതൊന്നുമില്ല, കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ വാക്കുകളെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് എനർജി ബാൻഡ് കേട്ടോ. അപ്പൊ എന്താണ് എനർജി ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനർജി ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ നോക്കി വെക്കാം. The electrons in the same orbit exhibit different energy levels. The grouping of these different energy levels is known as energy band. ഓക്കെ, സോ ഞാനിപ്പോ ഒരു എന്താ പറയാ, ഒരു ഇതെടുക്കുകയാണ്, സോഡിയം. ഓക്കെ അല്ലെ, സോഡിയം എടുത്തു. അത് ഞാൻ സോഡിയം എടുക്കുമ്പോൾ സോഡിയത്തിനകത്തുണ്ട്, യെസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും എന്തുണ്ട്, ഫസ്റ്റ് ഓർബിറ്റ് ഉണ്ട് അല്ലടാ, ഫസ്റ്റ് ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഡിയം ഉണ്ട്, ഓക്കെ, ന്യൂക്ലിയസ്. അതിന് ചുറ്റും എന്തുണ്ട്, യെസ് ഒരു ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണ്, 2 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ല, 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അടുത്ത ഓർബിറ്റിലുള്ളത് യെസ് 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലടാ, 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആൻഡ് യെസ് ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്നതാണ്. ഒരൊറ്റ ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ അല്ലെ, ഒരു ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെൽ. സോഡിയത്തിന്റെ വാലൻസ് ബാൻഡ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പർ സോഡിയത്തിന്റെ എത്രയാണ്, 1 ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ നോക്കിക്കേടാ, ഞാൻ ഈ സോഡിയത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ പോർഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, യെസ് ആദ്യം ഫസ്റ്റ് ഓർബിറ്റലിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു, ദാറ്റ് ഈസ് R1. ഓക്കെ അല്ല, R1. അപ്പൊ ഞാൻ ഈ സോഡിയം എടുത്തത് എങ്ങനെയാണ്, ഒരു ഐസൊലേറ്റഡ് ആറ്റാണ്. അതായത് ഇതിന് ചുറ്റും എന്തുകൊണ്ട് ഞാൻ ഐസൊലേറ്റഡ് ആറ്റം എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാൻ മനസ്സിലാവും. ഐസൊലേറ്റഡ് ആറ്റം എടുക്കാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എനിക്ക് എന്താ വേണ്ടത്, യെസ് എനിക്ക് വേറൊരു തരത്തിലുള്ള ആറ്റംസ് ആയിട്ടൊന്നും കണക്റ്റഡ് അല്ലാത്ത നൈബർ ആയിട്ട് ഇതിനൊരു സ്ഥലത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബന്ധം വേറെ ഒരാളായിട്ടും പുലർത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐസൊലേറ്റഡ്. ഒരു സിംഗിൾ ആറ്റം ആണ്. ഇവൻ എന്ത് ചെയ്യരുത്, യെസ് വേറെ ആരുമായിട്ടും ഒരു ഇന്ററാക്ഷൻ, നൈബറിംഗിൽ വേറെ ഒരു ആറ്റമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഇസ് ഐസൊലേറ്റഡ് ആറ്റം. സോ ഈ ഐസൊലേറ്റഡ് ആറ്റം ഉണ്ടല്ലോ, ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ സോഡിയം ആറ്റം എടുത്തു. അവിടെ എനിക്ക് മനസ്സിലായി എന്താണ്, സെൻട്രൽ നിന്നും ഫസ്റ്റ് ഓർബിറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R1 എന്ന് പറയുന്നത്. സോ ഈ R1 ഡിസ്റ്റൻസ് അകലെയുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നതായിരിക്കും E1 ആയിരിക്കും. അതിനുള്ള എനർജി E1 ആയിരിക്കും. ഇനി ഞാൻ വീണ്ടും ഇവിടെ നിന്നും R2 അല്ലെ, രണ്ടാമത്തെ ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ദാറ്റ് ഇസ് R2. അവിടെയുള്ള എനർജിയാണ് E2. ഇനി ഞാൻ എന്ത് ചെയ്തു, അവസാനത്തെ വാലൻസ് ഷെല്ലിലോട്ടുള്ള നോക്കി R3 അല്ലെ, R3 ബിക്കംസ് അവിടുത്തെ എനർജി എന്ന് പറയുന്നത് E3 ആയിരിക്കും. ഈ 3 എനർജീസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം ഡെഫിനിറ്റ് എനർജി, ഫിക്സഡ് എനർജി, അത് മാറത്തില്ല. എപ്പോഴാണെങ്കിൽ ഐസൊലേറ്റഡ് ആറ്റം ആണ്. മനസ്സിലായല്ലോ, ഐസൊലേറ്റഡ് ആറ്റം ആണ് നമ്മൾ എടുത്തത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓർബിറ്റിനെ കൺസിഡർ ചെയ്തു. അവിടെ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇപ്പം ഈ 2 ഇലക്ട്രോൺസും ഈവൻ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. R2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അകലെ രണ്ടാമത്തെ ഒരു ഓർബിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓർബിറ്റ് ഉണ്ട്. അവിടെയോ E2 ആണ് എനർജി വരുന്നത്. ആൻഡ് മൂന്നാമത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലെ, അവിടെ എന്താണ്, E3 എനർജിയാണ്. ഇതെല്ലാം എന്താണ്, ഫിക്സഡ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് എനർജീസ് ആണ്. പക്ഷെ ഇപ്പം ഈ പറയുന്ന ഇത് ഐസൊലേറ്റഡ് അല്ലെന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് അത് ഫിക്സഡ് ആണെന്ന് പറയാൻ പറ്റുന്നത്, കാരണം നമുക്കറിയാം ഇതിലുള്ള ഓരോ ഇലക്ട്രോൺസും ഇന്ററാക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ആ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ചുറ്റിനുള്ള ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് മാത്രമേ അത് ഇന്ററാക്ട് ചെയ്യൂ. ഇനി ഐസൊലേറ്റഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഒരു സോഡിയം ഇവിടെ ഉണ്ട്, വേറൊരു സോഡിയം ഇവിടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടത്തെ ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇതിനുള്ളിലെ ഇലക്ട്രോൺസും പുറത്തുള്ള ഈ പറയുന്ന ഇലക്ട്രോൺസുമായിട്ടും എന്ത് ചെയ്യും, യെസ് ഇന്ററാക്ട് ചെയ്യും.
അപ്പം എന്തായിരിക്കും അവരുടെ ഈ E1 എനർജി എന്ന് പറയുന്നതും E2 എനർജി എന്ന് പറയുന്നതും E3 എനർജി എന്ന് പറയുന്നതും എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു എനർജി ബാൻഡ് വരച്ചെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് E1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? ആൻഡ് ദിസ് ഈസ് E2 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് E3 എന്ന് പറയുന്നത്. എന്താണ് ഒരു വൃത്തിയില്ലാതെയാണല്ലോ മിസ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എനർജി ലെവൽസ് നമ്മൾ ഇടുന്നത്. സോ ദിസ് ഇസ് E1 ആൻഡ് ദിസ് ഇസ് E2 ആൻഡ് ദിസ് ഇസ് E3. ക്ലിയർ ആയില്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഐസൊലേറ്റഡ്. പക്ഷേ ഐസൊലേറ്റഡ് അല്ല, നമ്മുടെ ആറ്റം ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോൺസും സെയിം ഓർബിറ്റിലുള്ള ഓരോ ഇലക്ട്രോൺസും ഡിഫറെന്റ് എനർജി ലെവൽസ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഡിഫറെന്റ്. ഇനി രണ്ടാമത്തെ ഓർബിറ്റ് പോയി അവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം ഡിഫറെന്റ് എനർജി ലെവൽസ് ആയിരിക്കും. മൂന്നാമത്തെ ഓർബിറ്റ് പോയി അവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇത്രയും നമ്പർ ഓഫ് എനർജി ലെവൽസ്, ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി ബാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ദ ഇലക്ട്രോൺസ് ഇൻ ദ സെയിം ഓർബിറ്റ് എക്സിബിറ്റ് ഡിഫറെന്റ് എനർജി ലെവൽസ്. ഓക്കെ അല്ലേ? ഡിഫറെന്റ് എനർജി ലെവൽസ്. ഓരോ ഇലക്ട്രോൺസും ഓരോ ഓർബിറ്റിലെ ഓരോ ഇലക്ട്രോൺസും ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ എനർജി ലെവൽസിനെ എല്ലാത്തിനും ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എനർജി ബാൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ, എന്താണ് എനർജി ബാൻഡ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഐസൊലേറ്റഡ് ആറ്റത്തിൽ എന്തുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ? ഫിക്സഡ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഉള്ളത് എന്താണ്? അവിടെയുള്ള ചുറ്റിനുള്ള ഇലക്ട്രോൺസും അതേപോലെ തന്നെ ന്യൂക്ലിയസും മാത്രമാണ് ഇന്ററാക്ട് ചെയ്യാനുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. വൺസ് ഇത് ഐസൊലേറ്റഡ് അല്ല, അതിന് ചുറ്റും വേറെ ആറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും? മറ്റുള്ള ഇലക്ട്രോൺസുമായിട്ടും ന്യൂക്ലിയസുമായിട്ടും അത് ഇന്ററാക്ട് ചെയ്യും. അപ്പം അത് ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് പ്രോസസ് ചെയ്യും. ആൻഡ് ആ ഗ്രൂപ്പ് ഓഫ് എനർജി ലെവൽസിന് നമ്മൾ പറയുന്ന പേരാണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. എനർജി ബാൻഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അറ്റൻഡൻസും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. സോ എനർജി ബാൻഡിനെ ക്രിസ്റ്റൽ ഡ്യൂ ടു ഇന്റർ ആറ്റോമിക് ഇന്ററാക്ഷൻസ് വഴിയാണ് എനർജി ബാൻഡ് ഉണ്ടാവുന്നത്. വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് വൺ ആറ്റം ആർ shared by more than one atom in the crystal. Now splitting the energy levels taking place. The collection of these closely spaced energy levels are called energy bands. Next one is valence band. Valence band are the energy band which include the energy levels of the valence electrons. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പൊ സോഡിയത്തിന്റെ കേസിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അത് പ്രോസസ് ചെയ്യുന്ന എനർജി ലെവൽ. ക്ലിയർ അല്ലടാ? വാലൻസ് ബാൻഡ് ആർ ദ എനർജി ബാൻഡ് വിച്ച് ഇൻക്ലൂഡ് ദ എനർജി ലെവൽസ് ഓഫ് ദി, ഈ പറയുന്ന ഒരു ഇലക്ട്രോണും എന്ത് ചെയ്യും? എനർജി ലെവൽസ് പ്രോസസ് ചെയ്യും. സോ അതാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ആ എനർജി, ആ പെർട്ടിക്കുലർ എനർജി ബാൻഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കണ്ടക്ഷൻ ബാൻഡ്. എന്താണ് കണ്ടക്ഷൻ ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, കണ്ടക്ഷൻ ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് band is the energy band above the valence band. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. ഇവിടെ നമ്മൾ പറഞ്ഞു വാലൻസ് ഇലക്ട്രോൺ അല്ലെ, വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. സോ വൺസ് ഇതിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇവൻ എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടെ നിന്നും ബ്രേക്ക് ആയി ഒരു ഫ്രീ ഇലക്ട്രോൺ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് മാറുള്ളൂ. സോ ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, കണ്ടക്ഷൻ ഇലക്ട്രോൺസ്, അതായത് ഇവിടെ നിന്നും എനർജി ഗെയിൻ ചെയ്ത് ഓക്കെ എസ്കേപ്പ് ചെയ്ത് പോയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് അല്ലെ. അപ്പം ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പൊസസ് ചെയ്യുന്ന എനർജി ബാൻഡ് ആണ്, അല്ലെങ്കിൽ എനർജി ലെവൽസിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പം അതെന്തായിരിക്കും? ഓൾവേസ് വാലൻസ് ബാൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ, ഓക്കെ വാലൻസ് ബാൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഓൾവേസ് എന്തായിരിക്കും? ഇതിന് മുകളിലായിരിക്കും. ക്ലിയർ ആയല്ലോ? വാലൻസ് ബാൻഡ് എവിടെയാണോ ഇരിക്കുന്നത് അതിന് മുകളിലായിരിക്കും കണ്ടക്ഷൻ ബാൻഡ്. കാരണം വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് എനർജി കിട്ടിയാൽ മാത്രമേ അതൊരു കണ്ടക്ഷൻ ഇലക്ട്രോൺ ആകാൻ പറ്റുള്ളൂ, അതിന് പുറത്തു പോകാനായിട്ട് പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി ആ എനർജി ലെവൽ എന്തായിരിക്കും? വാലൻസ് ബാൻഡിലെ എനർജി ലെവൽസ് അല്ലെ, വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ലെവലുകൾ തന്നെയാണ്. അതിനേക്കാട്ടിലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കേട്ടോ. എന്താണ് എനർജി ബാൻഡ് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം വാലൻസ് ബാൻഡ് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കണ്ടക്ഷൻ ബാൻഡ് നമ്മൾ പഠിച്ചു. കണ്ടക്ഷൻ ബാൻഡ് എന്താണ്? എപ്പോഴും വാലൻസ് ബാൻഡിനെക്കാട്ടിലും മുകളിലായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ജസ്റ്റ് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എനർജി ഗെയിൻ ചെയ്താൽ മാത്രമേ, കൂടുതൽ എനർജി കിട്ടിയാൽ മാത്രമേ അവർ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകത്തുള്ളൂ അല്ലെ, അല്ലെങ്കിൽ കണ്ടക്ഷന് വിധേയമാവത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആവത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? വാലൻസ് ബാൻഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും കണ്ടക്ഷൻ ബാൻഡ്, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും കണ്ടക്ഷൻ ബാൻഡ് ഓൾവേസ്. നെക്സ്റ്റ് വൺ ഇസ് എനർജി ബാൻഡ് ക്യാപ്.
the minimum energy required for shifting electrons from valence band to conduction band is called energy band gap. അതായത് ഇവിടെ valence band, ഇത് conduction band. ഈ valence bandൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എത്രത്തോളം എനർജി വേണ്ടി വരും കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനായിട്ട്? അല്ലെങ്കിൽ ഈ വാലൻസ് ബാൻഡും എനർജി ബാൻഡ് കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? ഷിഫ്റ്റിംഗ് ഇലക്ട്രോൺസ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിമം എനർജി കൊടുക്കണം. നമ്മൾ പറഞ്ഞു വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് മുകളിലോട്ട് കയറണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണമെങ്കിൽ ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെങ്കിൽ ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യെസ്, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനർജി ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് ഈ പറയുന്ന കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? യെസ്, ഇവിടെ നോക്കിക്കേ, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്നും ഒരുപാട് അകലെയാണ്. സെമി കണ്ടക്ടേഴ്സ് കുറച്ചും കൂടെ അടുപ്പാണ്. പക്ഷെ കണ്ടക്ടേഴ്സിലോ ഇവന്മാർ ഓവർലാപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടക്ഷൻ ബാൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ കണ്ടക്ടേഴ്സ് ഹൈ കണ്ടക്ടിവിറ്റി ആണെന്ന് പറയുന്നത്. കാരണം ചെറിയൊരു എനർജി മതി അല്ലെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. വാലൻസ് ബാൻഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ജനറേറ്റ് ആവുള്ളൂ അല്ലെ. എന്തുകൊണ്ട്? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് വേണം കറണ്ട് ഉണ്ടാവണമെങ്കിൽ. സോ തീർച്ചയായിട്ടും കണ്ടക്ടേഴ്സിൽ എന്തായിരിക്കും? യെസ്, ഇവർ രണ്ടുപേരും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ എന്തായിരിക്കും? ഈസി ആണ് എന്തെന്ന് പറയുന്നത് ഈ ഫ്ലോ. വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഈസി ഫ്ലോ ആണ്. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവർ തമ്മിൽ. ഓക്കെ അല്ലെ? കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആര് തമ്മില്? കണ്ടക്ഷൻ ബാൻഡും അതേപോലെ തന്നെ ആരും തമ്മിലാടാ? യെസ്, നമ്മുടെ വാലൻസ് ബാൻഡും തമ്മിൽ. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ ഈ ഒരു ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ആ ഒരു എനർജി ഗ്യാപ്പിന്റെ ഡിസ്റ്റൻസ് ഓൾവേസ് എന്തായിരിക്കും? 3 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഇൻ ദ കേസ് ഓഫ് ആരാടാ? യെസ്, ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ. ഇനി എന്താണ്? യെസ്, ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 വോൾട്ടിനെക്കാട്ടിലും 3 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിലും കുറവായിരിക്കും മാർക്ക് വരുന്നത് സെമി കണ്ടക്ടേഴ്സിന്. സോ എങ്ങനെയാണ് എനർജി ഗ്യാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫറൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓൾവേസ് കണ്ടക്ടേഴ്സിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും? ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് അറൗണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആൻഡ് ഇൻസുലേറ്റേഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു ഇതും കൂടെ പഠിച്ചു വെച്ചേരും നിങ്ങൾ. അതായത് ഈ EG വാല്യൂ ഫോർ ഡയമണ്ട്. ഓക്കെ അല്ലടാ? ഡയമണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അറൗണ്ട് 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് കേട്ടോ. സോ ഡയമണ്ട് 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എങ്കിൽ അവൻ ഇതിൽ ഏതാടാ? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ദാറ്റ് മീൻസ് 3 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിലും കൂടുതലാണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻസുലേറ്റർ. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? യെസ്, നമ്മൾ എന്താ പറഞ്ഞത്? എനർജി ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എനർജി ഗ്യാപ്പ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അതേപോലെ തന്നെ എന്താണ് എനർജി ബാൻഡ്, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്? കാരണം അത് ബേസ് ആണ് കേട്ടോ, ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ആണ്. അത് മനസ്സിലാവാതെ നമുക്ക് മുന്നോട്ട് പോയാലും എന്തായിരിക്കും? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇനി നമ്മൾ അടുത്തൊരു സ്റ്റേജിലോട്ട് വന്നു, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്താണെന്ന് മനസ്സിലായി. എനർജി ഗ്യാപ്പ് വെച്ചിട്ട് എങ്ങനെ സെമി കണ്ടക്ടറിനെ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ് സിലിക്കൺ, ജെർമേനിയം, അതുപോലെ തന്നെ എന്താണ് ആഴ്സനിക് അല്ലെ? യെസ്, ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെമി കണ്ടക്ടറിന്റെ പ്യുവർ ഫോം, അതായത് ഒരു ഇംപ്യൂരിറ്റി പോലും ഇല്ലാത്ത പ്യുവറസ്റ്റ് ഫോമിനെയാണ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ആർ കെമിക്കലി പ്യുവർ, ഇൻ അതർ വേർഡ്സ് ഫ്രീ ഫ്രം ഇംപ്യൂരിറ്റീസ്, ആർ ടേംഡ് ആസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഒന്ന് ആലോചിച്ചാൽ മതി, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഇംപ്യൂരിറ്റി, പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. ഓക്കെ അല്ലെ? പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നോ ഇംപ്യൂരിറ്റീസ്, എഴുതി മനസ്സിൽ വെക്കുക കേട്ടോ. നോ ഇംപ്യൂരിറ്റീസ്, പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ക്ലിയർ ആയോടാ? അങ്ങനെയാണെങ്കിൽ സിലിക്കന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഓക്കെ അല്ലെ? 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സിലിക്കന്റെ ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? യെസ്, ഈ 4 ഇലക്ട്രോൺസും ഓക്കെ അല്ലെ? ഈ 4 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എന്റെ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവന്മാര് അടുത്ത സിലിക്കന്റെ ഇലക്ട്രോൺസുമായിട്ട് എന്തായിരിക്കും? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും.
ക്ലിയർ ആയില്ലോ? എന്താണ് പറയുന്നത്? സിലിക്കൺ 4 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പം ഇവര് എന്ത് ചെയ്യും? യെസ്, ചുറ്റിനുമുള്ള സിലിക്കന്റെ ഓരോ ഇലക്ട്രോണുമായിട്ട് അല്ലെ ഇവരെന്ത് ചെയ്യും? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം കോവാലന്റ് ബോണ്ടിൽ എന്താ പ്രത്യേകത? യെസ്, കണ്ടക്ഷൻ പോസിബിൾ അല്ല അല്ലെ. ഇവര് കോവാലന്റ് ബോണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ പോസിബിൾ അല്ല. ക്ലിയർ അല്ലേ? കണ്ടക്ഷൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും? ഹീറ്റ് കൊടുക്കും. അല്ലടാ, ഹീറ്റ് കൊടുക്കും. ഹീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ അല്ലടാ, ഈ ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ഇവിടെ നിന്നും ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ ഈ ഇലക്ട്രോൺസിന്റെ ആബ്സെൻസിൽ നമ്മൾ ആ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ടല്ലോ, ആ വേക്കന്റ് സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. പെട്ടെന്ന് നിങ്ങൾ ഇന്ന് ചാറ്റ് ബോക്സിൽ പറയട്ടെ, എന്താണ് ആ വേക്കന്റ് സ്പേസിന് പറയുന്നത്? അതായത് ഇപ്പൊ എന്താ നമ്മൾ ചൂട് കൊടുത്തതിന്റെ ഹീറ്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് തെർമിയോണിക് എമിഷൻ അല്ലെ. സോ ഈ ഒരു ഹീറ്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ട ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്തു പോകും. എസ്കേപ്പ് ചെയ്തു പോയ ഇലക്ട്രോൺ, ഓക്കെ അല്ലെ, ആ എസ്കേപ്പ് ചെയ്തു പോയ ഇലക്ട്രോണിനെയാണ് നമ്മൾ യൂഷ്വലി വിളിക്കുന്നത് എന്താണ്? ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്നും പോയി കഴിയുമ്പം അവിടെ ഒരു വേക്കന്റ് സ്പേസ് വരും. ആ വേക്കന്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹോൾ എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുന്നത്? ഹോൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വേക്കന്റ് സ്പേസിനെ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സമയം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? യെസ്, സിലിക്കണിൽ നിന്നും ചൂട് കൊടുക്കുമ്പം സിലിക്കൺ ക്രിസ്റ്റലില് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആവും. ആൻഡ് അത്രയും നമ്പർ ഓഫ് ഒരു വേക്കന്റ് സ്പേസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഹോൾസ് അല്ലെ. എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായോ അത്രയും നമ്പർ ഓഫ് എന്തുണ്ടായിരിക്കും? നമ്മുടെ ഹോൾസും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. നെഗറ്റീവ് പൊളാരിറ്റി ആണ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി വരുമ്പം ആ വേക്കന്റ് സ്പേസ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ഹോൾസ്, അതിനെന്തായിരിക്കും ചാർജ് വരുന്നത്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ഒരു സോളിഡ് ക്രിസ്റ്റലില് എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ, എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായോ അത്രയും നമ്പർ ഓഫ് എന്തുണ്ടായിരിക്കും? ഹോൾസ് ഉണ്ടായിരിക്കും അല്ലെ. എത്രയും നമ്പർ ഓഫ് ഹോൾസും ഉണ്ടായിരിക്കും. എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായോ അത്രയും നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ്? ചൂട് കൊടുക്കുന്നു, ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ആകുന്നു. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം അവിടെ എന്താണ്? ഒരു വേക്കന്റ് സ്പേസ് ക്രിയേറ്റ് ആവുന്നു. ആൻഡ് ദാറ്റ് വേക്കന്റ് സ്പേസ് ഇസ് നോൺ ആസ് ഹോൾ. സോ ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയാൽ ഒരു ഹോളായി, ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ പോയാൽ അടുത്ത ഹോളായി. സോ 5 ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 5 ഹോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആയില്ലോടാ? സോ വി ക്യാൻ സേ ദാറ്റ് Ne which is equal to NH which is equal to Ni. So Ni square is equal to Ne into NH നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഈ കേസിൽ നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായി? യെസ്, അവിടെ കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാകും അല്ലെ. അപ്പം ആ ഇലക്ട്രോൺസ് കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ഓൾസോ അവിടെ ആരുണ്ടായിരിക്കും? ഹോൾസ് ഉണ്ടായിരിക്കും അല്ലെ. ഹോൾസിന്റെ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് IE plus IH which is equal to എന്തായിരിക്കും? I, ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് സിംപ്ലി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു പ്യുവർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ, ഓക്കെ, പ്യുവർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സില്, ഓക്കെ, ഇന്ന് മൊത്തത്തെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഇംപ്യൂരിറ്റീസ് ഇല്ല അല്ലെ, പ്യുവർ ഫോം ആണെന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലോ ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലെ, ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലടാ, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഇംപ്യൂരിറ്റീസിന് ആഡ് ചെയ്യുന്നത്. പ്യുവറസ്റ്റ് ഫോമിൽ നമുക്ക് എന്താ നമ്മൾ പറഞ്ഞു എന്താണ്? യെസ്, ഇവന്മാര് കോവാലന്റ് ബോണ്ടിലാണ്, അവിടെ കണ്ടക്ഷൻ നടക്കില്ല. അപ്പൊ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പോസിബിൾ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സോ കണ്ടക്ടിവിറ്റി കൂട്ടണമെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യണം? യെസ്, ഇംപ്യൂരിറ്റീസിന് ആഡ് ചെയ്യണം. അങ്ങനെ ഇംപ്യൂരിറ്റീസിന് ആഡ് ചെയ്യുന്ന ആ പ്രക്രിയ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. നമ്മുടെ അടുത്ത് ചോദിക്കൂടെ എന്താണ് ഡോപ്പിംഗ് എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. അതുപോലെ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും. സോ ഡോപ്പിംഗ് എന്താണ്? ഒന്നുമില്ല, ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നു. ആൻഡ് ആ ആഡ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇംപ്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പൻസ്. ക്ലിയർ അല്ലെ? ഈ വാക്കുകളൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. ഡോപ്പിംഗ് എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ അടുത്ത് 1 മാർക്കിനാണെങ്കിലും ചോദിക്കും. ക്ലിയർ അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഡോപ്പിംഗ് ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ ഡോപ്പിംഗ് ചെയ്ത അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിന് ആഡ് ചെയ്ത സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് യെസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റി ഉള്ളത്. ക്ലിയർ? യെസ്. അപ്പൊ ഡോപ്പിംഗ് എന്ത് മനസ്സിലായി? അതുപോലെ തന്നെ ഡോപ്പൻസ് അല്ലെ, ഡോപ്പൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഡോപ്പൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഡോപ്പൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പം ഇനി ഈ എക്സ്റ്റെൻസിങ് സെമി കണ്ടക്ടറിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ഡോപ്പൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഡോപ്പൻസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഇസ് പി ടൈപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എൻ ടൈപ്പ്. എന്തൊക്കെയാ ഉള്ളത്? പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പി ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ അല്ലടാ? പി ടൈപ്പ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പി ടൈപ്പിന് വേണ്ടിയിട്ട് 13th ഗ്രൂപ്പ് എലമെന്റ് ഉണ്ടല്ലോ, 13th ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഏതിലാണെങ്കിൽ പി ടൈപ്പ് ആണെങ്കിൽ 13th ഗ്രൂപ്പ് എലമെന്റ്. കാരണം അവിടെ 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലടാ? 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ സിലിക്കൺ എടുത്തു. ഓക്കെ അല്ലെ? സിലിക്കണിൽ 4 എണ്ണം ഉള്ളത്. ഓക്കെ അല്ലടാ? 4 എണ്ണമാണ് ഉള്ളത്. അപ്പൊ 4 ഇതേപോലെ 4 ഇലക്ട്രോൺസ് വെച്ചു. ഇനി ഈ 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുവാണ്? ഇപ്പുറത്തും സിലിക്കൺ ഉണ്ട്. ഇനി എന്താണ്? യെസ്, സിമ്പിൾ. ഇപ്പൊ നമ്മൾ 13th ഗ്രൂപ്പ് എലമെന്റിന് ഒരെണ്ണം, ഞാനൊരു ഫ്ലോയില് വരുമ്പോ ഇവന്മാർ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി എന്തായാലും വരത്തില്ലായിരിക്കും. ഓക്കെ, യെസ്, എനി ഫൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞു 13th ഗ്രൂപ്പ് എലമെന്റ് എടുത്തു. 13th ഗ്രൂപ്പ് എലമെന്റിന്റെ പ്രത്യേകത എന്താണ്? 3 ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താണ്? 3 ആണ് വാലൻസ് ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സിലിക്കൺ ആവശ്യമുള്ളത് 4 എണ്ണമാണ്. അപ്പം ഈ 3 എണ്ണത്തിലെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരെണ്ണം വേക്കന്റ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് അവിടെ ഹോൾ ആണ് ജനറേറ്റ് ആവുന്നത്. അല്ലടാ? ഹോൾ ആണ് ജനറേറ്റ് ആവുന്നത്. ക്ലിയർ? സോ നമ്മളൊരു 13th ഗ്രൂപ്പ് എലമെന്റിന് ഇംപ്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡോപ്പന്റ് ആയിട്ട് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ ജനറേറ്റ് ആവും. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോൾ ജനറേറ്റ് ആയി. സോ ഫ്രം ദിസ് വാട്ട് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താണ്? നമ്പർ ഓഫ് ഹോൾസ് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ചെറിയ എമൗണ്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഫോം ചെയ്യും അല്ലെ? ഫോം ചെയ്യും. അവിടെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾസ് ആയിരിക്കും. സോ ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിന് ഉണ്ടാക്കുന്നവര്. സോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇവിടെ ആരാണ്? ഹോൾസ് ആണ്. സോ അവിടുത്തെ കറണ്ട്, ഹോൾസ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെക്കാട്ടിലും കൂടുതലാകുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് NeNH is equal to Ni square എന്ന് പറഞ്ഞല്ലോ. that value will be the same. Clear? So semiconductor is doped with trivalent impurity. Trivalent impurity എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? 13th ഗ്രൂപ്പ് എലമെന്റ്. 13th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ബാലൻസ് ഇലക്ട്രോണിന്റെ നമ്പർ 3 ആണ്. സോ അവിടെ നമ്പർ ഓഫ് ഹോൾസ്, അതായത് NH കൂടും. NH കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറണ്ട് ആയിരിക്കും അവിടെ കൂടുതൽ വരുന്നത്. ഓക്കെ അല്ലെ? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡിങ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. 2 ടൈപ്പ് ആണുള്ളത്, പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ്. പി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13th ഗ്രൂപ്പ് എലമെന്റ് അല്ലെങ്കിൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ് ഡോപ്പൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമുക്കറിയാം എന്താണ്? അവിടെ ഹോൾസ് ആണ് ജനറേറ്റ് ആവുന്നത്. സോ നമ്പർ ഓഫ് ഹോൾസ് വിൽ ബി ഹൈ ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട്, ഹോൾസ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അടുത്താണ് എൻ ടൈപ്പ്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ പെന്റാവാലന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? 15th ഗ്രൂപ്പ് കേട്ടോ. 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താണ്? 5 ഇതുണ്ട് അല്ലെ? 5 ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 4 എണ്ണം സിലിക്കൺ മതി. ബാക്കി ഒരു ഫ്രീ ഇലക്ട്രോൺ അല്ലെ? ഒരു ഇലക്ട്രോൺ ഫ്രീ ആവുകയാണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും. സോ കറസ്പോണ്ടിങ് കറണ്ട് ആയിരിക്കും കൂടുതൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? Ne is greater than NH. So semiconductors is doped with pentavalent impurities, അല്ലെങ്കിൽ 15th ഗ്രൂപ്പ് എലമെന്റ്സുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പം ആ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്.
ക്ലിയർ? അങ്ങനെ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുണ്ടാകുന്നു. ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും കൂടുതൽ. അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന കറണ്ട് ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യമുണ്ട്. ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഓക്കെ, പി ടൈപ്പ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ചതല്ലേ പി ടൈപ്പ് ആണെങ്കിൽ അവിടത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഓക്കെ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഇത് നോട്ട് ചെയ്ത് തന്നെ വെക്കാം കേട്ടോ. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹോൾസ് ആണ്. ഇനി അത് എൻ ടൈപ്പിലോട്ട് വരുമ്പോഴോടാ, എൻ ടൈപ്പിലോട്ട് വരുമ്പം ദാറ്റ് വിൽ ബി ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ അല്ലെ, മെജോറിറ്റി. ഇനി പി ടൈപ്പിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഹോൾസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, പി ടൈപ്പ് ഉണ്ട് അല്ലെ, പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പി എൻ ജംഗ്ഷൻ? ഒന്നുമില്ലടാ, നമ്മൾ ഈ പറയുന്ന പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും അതേപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും നമ്മൾ ഇതാ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ അല്ലെ, നമ്മളിവിടെ കൊണ്ടുവച്ചു. പി ടൈപ്പിനെയും എൻ ടൈപ്പിനെയും നമ്മളിതാ ഇവിടെ കൊണ്ടുവച്ചു, കൂട്ടി ഒരുമിച്ച് വെച്ചു. ക്ലിയർ? അങ്ങനെ നമ്മൾ വെച്ചു. അപ്പം ഇതാണ് പി ടൈപ്പ് എന്ന് പറയുന്നത്, ആൻഡ് ഇതാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. യെസ്, ഇവിടെ അല്ലെ, ഇവിടെ ഇലക്ട്രോൺസ് ആൻഡ് ദീസ് ആർ ഹോൾസ്. അല്ലടാ, ഈ കുഞ്ഞു വട്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ആണെങ്കിലോ പോസിറ്റീവ് ആണ് അല്ലെ, പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ആരാണുള്ളത്? യെസ്, ഇലക്ട്രോൺസ് ആണുള്ളത്. ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇവിടെ ഓക്കെ, സോ ഇവിടെ നിന്നും എന്ത് ചെയ്യും? പി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അല്ലെ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഇവിടെ ആണെങ്കിൽ, അതായത് എൻ ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഹോൾസും ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസും, ഓക്കെ അല്ലെ, ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസും ഇവിടെയുള്ള ഹോൾസും കൂടെ എന്ത് ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, റീകമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവും ഇവിടുത്തെ നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടായി അല്ലെ. സോ അങ്ങനെ ഇവിടെയുള്ള ഓരോ ഇലക്ട്രോണും ദാ ഇവിടേക്ക് വന്നിട്ട് എന്തുണ്ടാവുന്നു? യെസ്, ഈ പറഞ്ഞതുപോലെ തന്നെ റീകമ്പൈൻ ചെയ്യുന്നു. ഇവിടെയുള്ളവർ എന്ത് ചെയ്യും? ഇവിടേക്കും പോകുന്നു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താടാ? റീകോമ്പിനേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? യെസ്, ഇവന്മാരൊക്കെയും പോവും അല്ലെ, ഇവന്മാരൊക്കെ പോയിട്ട് അവിടെ എന്തുണ്ടാവും? യെസ്, ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും ജനറേറ്റ് ആവും അല്ലടാ. ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും അവിടെ ജനറേറ്റ് ആവും. ഇവിടെ എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി അല്ലെ, ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി, ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റി. ഇനി അങ്ങനെ ഒരു ആ ഒരു ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഫോം ചെയ്തു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ദാ നമ്മൾ പറഞ്ഞ ഇത് വരച്ചു, ആൻഡ് ഇവിടെ ദാ ഫുള്ള് നെഗറ്റീവ് പൊളാരിറ്റി മാത്രം ദാ ഇങ്ങനെ 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 വന്നു. ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റിയും വന്നു. ആൻഡ് പിന്നെയും ഈ ഇലക്ട്രോൺസും ഇതും റീകമ്പൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് എഗെയിൻ നമുക്ക് എന്തുണ്ടായി? ഒരു ലെയർ ഓഫ് നെഗറ്റീവ് പൊളാരിറ്റിയും കൂടെ ഉണ്ടായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും, ഇവിടെ ഇലക്ട്രോൺസാ കൂടുതൽ അല്ലെ, ഇലക്ട്രോൺസാ കൂടുതൽ, ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റി ആയി ഓൾറെഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഇലക്ട്രോൺ ഇവർ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ അല്ലെ, ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് ഈസി, ആ ഫ്ലോ ഈസി ആയിരുന്നു. കാരണം എന്തുവാണ്? യെസ്, ഇവിടെ രണ്ട് നോർമൽ ആയിട്ട് പി ടൈപ്പും എൻ ടൈപ്പ് ഇരിക്കുന്നു. ഇവിടെ ഇലക്ട്രോൺസ് കൂടുതലാണ്, ഇവിടെ ഹോൾസ് കൂടുതലാണ്. സോ ഇവിടെ നിന്ന് ഇലക്ട്രോൺസും ഇവിടെ നിന്ന് ഹോൾസും കൂടെ റീകമ്പൈൻ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു ലെയർ ഫോം ചെയ്തു. ആ ലെയറിന്റെ വിട്ട് കൂടുന്തോറും ഇവിടെ നിന്നും ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല. ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റിയാ. അപ്പം ഇവിടെ നിന്നും വരുന്ന ഹോൾസിനെ ഇവരെന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. സോ ഈ ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഈ ഒരു ഉണ്ടായ ഈ ലെയർ ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ടായിട്ടുണ്ടായ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അത് കാരണം, അതായത് അതിന്റെ റെസിസ്റ്റിവിറ്റി കാരണം ഇവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫ്ലോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദിസ് ഇസ് നോൺ ആസ് ഡിപ്ലീഷൻ ലെയർ കേട്ടോ. ഇതിനെന്താ പറയുന്നത്? ഡിപ്ലീഷൻ ലെയർ എന്നാണ് പറയുന്നത്.
സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്റെ മക്കളെല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, മിസ്സേ പി എൻ ജംഗ്ഷൻ മനസ്സിലായിട്ടില്ല, വീണ്ടും എടുത്ത് തരാൻ ഒരു കുഴപ്പമില്ല. ടെലഗ്രാമിൽ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും കേട്ടോ. അതായത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ആൻഡ് എവറി സാറ്റർഡേ അറ്റ് 5 ഞങ്ങൾ എല്ലാവരും എല്ലാ ഓൾട്ടർനേറ്റീവിൽ ഓരോ ടീച്ചേഴ്സും ലൈവ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പി എൻ ജംഗ്ഷൻ is an interface or a boundary between two semiconductor അല്ലെ, two semiconductor material type, p ടൈപ്പും n ടൈപ്പും കൂടെ ചേർന്നാണ് അല്ലെ, p ടൈപ്പും n ടൈപ്പ് സെമികണ്ടക്ടറും കൂടെ ചേർന്നിരിക്കുന്നതാണെന്ന് പറയുന്നത് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഓക്കെ അല്ലെ, ഇവിടെയുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലെങ്കിൽ ഹോൾസിന്റെയും ഇലക്ട്രോണിന്റെയും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓക്കെ across p and n side, holes diffuses from p side to n side and electron diffuses from n side to p side. Clear? Yes, ഇവിടെ നിന്ന് holes ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് electrons ഇങ്ങോട്ടേക്കും വരും. The space charge region on either side of the junction together is known as depletion layer. ഓക്കെ അല്ലെ, അപ്പം ഇങ്ങനെ ഈ ഒരു ഇനീഷ്യലി ഹോൾസിന്റെ ഇൻസൈഡിലോട്ടും ഇലക്ട്രോൺസിന്റെ പി സൈഡിലോട്ടും ഉള്ള ഈ റീകോമ്പിനേഷൻ നടക്കുന്നത് വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഡിപ്ലീഷൻ ലെയറിലുള്ള ഈ ചാർജസിന് ഒരു പ്രത്യേകതയുണ്ട്, ദേ ആർ ഇമ്മൊബൈൽ. ഓക്കെ, അവർക്ക് ചലിക്കാനായിട്ട് പറ്റത്തില്ല. വൺസ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലെ, ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അനങ്ങാൻ പറ്റത്തില്ല. ദേ ആർ ഇമ്മൊബൈൽ. ആൻഡ് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇസ് ഓഫ് ദി ഓർഡർ 10 to the power -6 meter. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ ഉള്ളവർക്കൊക്കെ ചാടി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമെങ്കിലും ഡിപ്ലീഷൻ റീജിയനിൽ ലോക്കായി പോയവരുണ്ടല്ലോ, അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. ലോക്ക് എന്ന് പറഞ്ഞാൽ ലോക്കാണ്. ആൻഡ് ആ ഡിപ്ലീഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തിന്റെ ഓർഡറിൽ നമ്മൾ പറയാം? 10 to the power -6 മീറ്ററിലാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത്, അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം പി സൈഡ് ടു എൻ സൈഡ്. ഓക്കെ അല്ലെ, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും ഓക്കെ അല്ലെ, തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും? യെസ്, ഇലക്ട്രോൺസ് ഫ്രം പി സൈഡ് ടു എൻ സൈഡും ആൻഡ് ഹോൾസ് ഫ്രം എൻ സൈഡ് ടു പി സൈഡും മൂവ് ചെയ്യാൻ തുടങ്ങും. ദിസ് മോഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് ഡ്രിഫ്റ്റ്. ഓക്കെ അല്ലെ, സോ വൺസ് ഈ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു അല്ലടാ, ഈ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഇവിടെയുള്ള അതായത് ഈ പറയുന്ന പി റീജിയനിലുള്ള ഹോൾസും എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസും ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദി ഡിപ്ലീഷൻ റീജിയൻ. Okay, and that is called the drift കേട്ടോ. Okay അല്ലേ, so electrons from p side to n side and holes from n side to p side, this motion of charged carriers due to electric field is called drift. Due to electric field കേട്ടോ, that is nothing but drift. So hence drift current starts which is opposite in direction of the diffusion current. diffusion current എന്താ? നേരത്തെ നമ്മൾ ഈ പറഞ്ഞ n റീജിയനിലുള്ള ഇലക്ട്രോൺസും ഈ p റീജിയനിലുള്ള ഹോൾസും കൂടെ ഡിഫ്യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ എന്തുണ്ട്? ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ കറന്റ്. സോ ഇൻ ദ ബിഗിനിങ് ഡ്രിഫ്റ്റ് കറന്റ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും അല്ലെ. ഡ്രിഫ്റ്റ് കറന്റ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും ഇൻ ദ ബിഗിനിങ്. ആ സമയത്ത് ഡിഫ്യൂഷൻ കറന്റ് വലുതാണ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഈ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തിട്ട് ഇവന്മാർക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തില് പിന്നെ ആരാ ഉണ്ടാവുന്നത്? ഡ്രിഫ്റ്റ് കറന്റ് ആണ് ഉണ്ടാവുന്നത്. Okay അല്ലെ, ഡ്രിഫ്റ്റ് കറന്റ് is due to electric field ആണ് and which is responsible for the movement from electrons from the p side. Okay അല്ലെ, p സൈഡിൽ നിന്നും ഇലക്ട്രോൺസിനും n സൈഡിൽ നിന്നും ഹോൾസിനും എന്ത് ചെയ്യാണ്? from the n side to the p side ആ ഒരു മോഷൻ നടക്കുന്നുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആൻഡ് ദിസ് കറന്റ് is known as ഡ്രിഫ്റ്റ് കറന്റ്. അതെന്തായിരിക്കും? ഡിഫ്യൂഷൻ കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ? When diffusion starts, the diffusion current is large and drift current is very small. നമ്മൾ പറഞ്ഞത്. As diffusion continues, the space charge region on either side of the junction start extending. നമ്മുടെ depletion region എന്താവാൻ തുടങ്ങുവാണ്? വലുതാവാൻ തുടങ്ങുവാണ്. This strengthen the electric field and eventually the drift current. Okay, so electric ഫീൽഡിന് ഇതാവും. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോടാ, യെസ്, സോ ഇവിടത്തെ പോലെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ ഈ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് എന്തുണ്ടാകുന്നത്? യെസ്, ഡ്രിഫ്റ്റ് കറന്റ് ഉണ്ടാകുന്നത്. ആൻഡ് ദ പ്രോസസ് സ്റ്റിൽ കണ്ടിന്യൂസ് till ഡിഫ്യൂഷൻ കറന്റും ഡ്രിഫ്റ്റ് കറന്റും സെയിം ആകുന്നത് വരെയും ഈ പ്രോസസ് ഉണ്ടാവും. ദിസ് ഈസ് ഹൗ പി എൻ ജംഗ്ഷൻ ഇസ് ഫോംഡ്.
ഓക്കെ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദാ നമ്മുടെ ഇരിക്കുന്ന പി ടൈപ്പും എൻ ടൈപ്പും, ഇവിടെ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇൻ ദ ബിഗിനിങ് ഈ ഇലക്ട്രോൺസും ഈ ഹോൾസും കൂടെ റീകമ്പൈൻ ചെയ്യുന്നു, അത് ഇല്ലാണ്ടാവുന്നു അല്ലെ, ഇല്ലാണ്ടാവുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് അവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നു. ഡിപ്ലീഷൻ ലെയറിലുള്ള ചാർജസിന് അനങ്ങാനായിട്ട് പറ്റത്തില്ല. ആൻഡ് വിച്ച് ഇസ് ഇൻ ദ ഓർഡർ ഓഫ്, അതിന്റെ വിഡ്ത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻�6 മീറ്റർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന ചാർജ് ഫ്ലോ ഇസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആൻഡ് ഡ്യൂ ടു ദാറ്റ് വി വിൽ ഗെറ്റ് എ കറന്റ് ദാറ്റ് ഇസ് ഡ്രിഫ്റ്റ് കറന്റ്. ഇൻ ദ ബിഗിനിങ് ഡ്രിഫ്റ്റ് കറന്റ് വിൽ ബി വെരി ലെസ് ആൻഡ് ഡിഫ്യൂഷൻ കറന്റ് വിൽ ബി ഹൈ. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് അതിന്റെ വിഡ്ത്ത് കൂടുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകും, ഡിഫ്യൂഷൻ കറന്റ് കുറയാനും ഡ്രിഫ്റ്റ് കറന്റ് കൂടാനും കാരണമാകുന്നു. ഓക്കെ, യെസ്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് PN ജംഗ്ഷൻ. അപ്പം ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ, നിങ്ങൾക്കുള്ള റിമൈൻഡർ ആണ്. ഇനി അടുത്തതാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ കേട്ടോ. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ദർ ഇസ് നോ കറന്റ് ഇൻ PN ജംഗ്ഷൻ അല്ലെ. നമ്മുടെ ഡിഫ്യൂഷൻ കറന്റും അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് കറന്റും കൂടെ സെയിം ആയി അല്ലെ. സോ ഡ്യൂറിംഗ് ദാറ്റ് ടൈം എന്താണ്, ദാറ്റ് ഇസ് ഇക്വിലിബ്രിയം. ആ സമയത്ത് കറന്റ് ഫ്ലോ പിന്നെ ഇല്ല അല്ലെ, കറന്റ് ഉണ്ടാകുന്നില്ല. A difference of potential develop along the junction, across the junction of the two regions due to loss of electrons by the N region and the subsequent gain by the P region. The polarity of the potential opposes the further flow of carriers to maintain the state of equilibrium, and this is known as barrier potential. Clear allada? And for silicon this value will be 0.07 volt ആണ്. And മറ്റേ നമ്മുടെ ജർമേനിയത്തിനാണെന്നുണ്ടെങ്കിൽ 0.3 volt ആണ് കേട്ടോ. ഓക്കെ അല്ലടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. 0.07 അല്ല, 0.7. ഓക്കെ അല്ലെ, സിലിക്കന്റെയും ജർമേനിയത്തിന്റെയും ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ്. ഓക്കെ അല്ലേ, യെസ്. ഇനി അടുത്തത് സെമി കണ്ടക്ടർ ഡയോഡ്. ഒന്നുമില്ല, സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ കാണുന്നതാണ് സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ പോസിറ്റീവ് പാർട്ട് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, സോ ആ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഷേപ്പ് മാത്രം മതി. ഓക്കെ, വലുത് പോസിറ്റീവ്, ദിസ് ഇസ് നെഗറ്റീവ്, അത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഈ കോർണർ വരുന്നത് ചെറുത് നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ വലുതല്ലേ എപ്പോഴും പോസിറ്റീവ്. ഓക്കെ അല്ലേ. ആൻഡ് ഈ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ PN ജംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, PN ജംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോടാ, PN ജംഗ്ഷൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഇവിടെ നമ്മൾ ഒരു മെറ്റാലിക് അല്ലെ, മെറ്റാലിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുവാണ്. സോ ഇറ്റ് ബിക്കംസ് ഡയോഡ്. ഓക്കെ അല്ലെ, അതൊരു ഡയോഡായിട്ട് മാറും. ക്ലിയർ അല്ലടാ, ക്ലിയർ അല്ലേ. ഒരു മെറ്റാലിക് കോണ്ടാക്ട് നമ്മൾ ഈ PN ജംഗ്ഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ ഡയോഡ് നമുക്ക് കിട്ടും. So a semiconductor diode is a PN junction diode. It is a two-terminal device, okay, anode, cathode, that conduct current only in one direction. So ഇതെന്താണ് പ്രത്യേകത, എന്താണ്, കറണ്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നടാ, ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ആണ് കറണ്ടിന്റെ ഫ്ലോ വരുന്നത്. അതാണ് ഡയോഡ്സിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ. അപ്പം ഡയോഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് എന്താണ് ഫോർവേഡ് ബയാസിങ്, എന്താണ് റിവേഴ്സ് ബയാസിങ് എന്നുള്ളത്. So when we apply external voltage across the semiconductor diode in such a way that the P side is connected to the positive terminal of the battery and the N side is connected to the negative terminal, then the semiconductor diode is said to be forward biased. ഒന്നുമില്ല, അപ്പൊ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ P ടൈപ്പും N ടൈപ്പും നമ്മൾ എന്ത് ചെയ്യും, യെസ്, ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് വിസിബിൾ അല്ല തന്നെ, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്താണ് അവസ്ഥ. എനിവേ, യെസ്, ഐ വിൽ ഫൈറ്റ്. സോ എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു PN ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PN ജംഗ്ഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെറ്റാലിക് സപ്പോർട്ട് അല്ലെങ്കിൽ മെറ്റാലിക് കോൺടാക്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം എ ഡയോഡ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലടാ, ആ ഡയോഡിന് എന്താ പ്രത്യേകത, യെസ്, യൂണി ഡയറക്ഷണൽ അല്ലെ, ഒരു ഡയറക്ഷനിലുള്ള കറണ്ട് മാത്രമേ അത് കടത്തിവിടത്തുള്ളൂ. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ, കറണ്ട് ഒരൊറ്റ ഡയറക്ഷനിലുള്ള കറണ്ടിനെ മാത്രമേ അത് കടത്തിവിടത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ P ടൈപ്പിന്റെ ഭാഗം, ഓക്കെ, P ടൈപ്പിന്റെ ഈ ഒരു ടെർമിനൽ നമ്മൾ പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടും N ടൈപ്പ് അല്ലെങ്കിൽ ഈ N ടൈപ്പിന്റെ അവിടുത്തെ ആ ടെർമിനൽ നമ്മൾ നെഗറ്റീവ് ടെർമിനലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ അല്ലെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോർവേഡ് ബയാസ്.
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ വന്നിട്ട് VO ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ, നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ VO ആണ്, ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ V ആണെന്ന് വിചാരിക്കും. സോ ഇവിടെ നോക്കിക്കേടാ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ എങ്ങനെയായിരിക്കും വരുന്നത്? ബാരിയർ പൊട്ടൻഷ്യലിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും വരുന്നത്? യെസ്, എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ വരുന്നത് അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ ആണെങ്കിലോ ഇവിടെ ഇങ്ങനെയായിരിക്കും ഫ്ലോ വരുന്നത്. സോ വിച്ച് മീൻസ് നമുക്ക് എന്തായിരിക്കും? VO മൈനസ് V ആയിരിക്കും എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ. ക്ലിയർ? സോ ഇറ്റ് ബിക്കംസ്, ആ ഡിപ്ലീഷൻ ലെയർ എന്തായിരിക്കും? നാരോ ഡിപ്ലീഷൻ ലെയർ ആയിട്ട് മാറും. സോ സിമ്പിൾ ആണ്, ഈ ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വായിച്ചാൽ മതി. ഒരു പി ടൈപ്പും എൻ ടൈപ്പും നമ്മൾ കൂടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു PN ജംഗ്ഷൻ ഫോം ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു? യെസ്, രണ്ട് സൈഡിലും മെറ്റാലിക് കോൺടാക്ട് അല്ലെ, മെറ്റാലിക് കോൺടാക്ട് നമ്മൾ കൊടുത്തു. ഇവിടെയും ഇവിടെയും മെറ്റാലിക് കോൺടാക്ട് കൊടുത്തു. ആൻഡ് ദെൻ നമ്മൾ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പി ടൈപ്പ്, അതായത് ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ള അല്ലെ, ഹോൾ കോൺസെൻട്രേഷൻ കൂടുതൽ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താ പി ടൈപ്പില്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ പറഞ്ഞ എന്താ പറയാ ഹോൾസ് ആണ്. സോ ആ ഹോൾസ് പോസിറ്റീവ് ടെർമിനലായിട്ടും അതേപോലെ തന്നെ എൻ ടൈപ്പ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് അവിടെ ആരാണ്? ഇലക്ട്രോൺസ് ആണ്. സോ ആ ഇലക്ട്രോൺസിന്റെ ആ ഒരു ഭാഗം എന്താണ്? നെഗറ്റീവ് ടെർമിനലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഫോർവേഡ് ബയസ്ഡ്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഡിപ്ലീഷൻ ലെയർ എന്തായിട്ട് വരും? ചെറുതായി വരും. സോ ഇത്രയേ ഉള്ളൂ. when we apply external voltage across the semiconductor diode in such a way that P side is connected to, okay, P side is connected to the positive terminal of the battery and N side is connected to negative terminal, then the semiconductor diode is said to be forward biased and the size of the depletion layer decreases in forward biasing. Important. Okay അല്ലേ? Important. നെക്സ്റ്റ് വൺ എന്താടാ? യെസ്, ഇതിന്റെ പ്രോപ്പർട്ടി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് പറയുന്നില്ലേ? യെസ്, പറയുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് കറണ്ട്, അപ്പം അതായത് നമ്മൾ ഫോർവേഡ് ബയസിംഗിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് സ്ലോലി ഇൻ ദ ബിഗിനിങ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 0 വോൾട്ടിൽ പ്രത്യേകിച്ച് ഒന്നും മാറ്റമില്ല, 1 വോൾട്ട് കൊടുത്തു, 2 വോൾട്ട് കൊടുത്തു, അങ്ങനെ വോൾട്ടേജ് നമ്മൾ കൂട്ടി വന്ന് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം, ഓക്കെ, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം VI ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുക. അപ്പൊ വോൾട്ടേജ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പം കറണ്ട് പെട്ടെന്ന് കയറിപ്പോയി. ഓക്കെ, കറണ്ട് വളരെ ക്വിക്ക് ആയിട്ട് കയറിപ്പോയി. ആ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ ലെയർ നാരോ ആയി, വളരെ നാരോ ആയി, അതായത് റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞു പോയി. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്? ഫോർവേഡ് ബയസിംഗില് ഡിപ്ലീഷൻ ലെയർ നാരോ ആയി അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് വരും, അല്ലെങ്കിൽ അതിന്റെ വിട്ട് ഡിക്രീസ് ചെയ്ത് വരും. ഇവിടെയും എന്താ സംഭവിച്ചത്? യെസ്, ഇങ്ങനെ നമ്മൾ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടി കൊടുത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് എന്തായി? 0 റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെയാണ് കറണ്ട് മുന്നോട്ട് കുതിച്ചു പോയത്. ഓക്കെ അല്ലേ? ഇനി റിവേഴ്സ് ബയസ് നമുക്ക് പറഞ്ഞിട്ട് അടുത്തതിലോട്ട് വരാം. ഇനി അടുത്തത് ഒന്നുമില്ല, റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പി ടൈപ്പിനോട് നമ്മൾ നേരത്തെ പോസിറ്റീവ് ടെർമിനൽ അല്ലേ, ഇനി എന്താ ചെയ്തത്? നെഗറ്റീവ് ടെർമിനൽ കൊടുത്തു. ഓക്കെ, പി ടൈപ്പിലോട്ട് നെഗറ്റീവ് ടെർമിനലും എൻ ടൈപ്പിലോട്ട് പോസിറ്റീവ് ടെർമിനലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബാരിയർ പൊട്ടൻഷ്യൽ VOയും ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ VO ആണെങ്കിൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് വിൽ ബി വെരി ഹൈ. സോ ദാറ്റ് മീൻസ് ഡിപ്ലീഷൻ ലെയർ വിട്ട് കൂടി വരും, റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. Clear? When we apply the external voltage across the semiconductor diode in such a way that positive terminal of the battery is connected to N side and negative terminal is connected to P side of the diode, then it is said to be in the condition of reverse bias. A very small current will made at the junction due to the movement of minority charge carriers. കാരണം depletion layer എന്താണ്? വളരെ വലുതാണ്. സോ ആ ഒരു എന്താ പറയാ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ കാരണം മേ ബി അവിടെ കറണ്ട് ഉണ്ടാകാം. ആൻഡ് ദാറ്റ് കറണ്ട് വിൽ ബി വെരി ലെസ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടേക്ക് ഒന്ന് നോക്കിക്കേടാ. ദ കറണ്ട് ഇൻ ദ റിവേഴ്സ് ബയസ് ഇസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. നമ്മൾ പറഞ്ഞാൽ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് അവിടുത്തെ കറണ്ട് ഉണ്ടാകുന്നത്. സോ ദ റിവേഴ്സ് കറണ്ട് ഷോസ് എ സർട്ടൺ ഇൻക്രീസ്. ഓക്കെ, ഈ റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് ഒരു ഇൻക്രീസ് കാണിക്കും ഒരു പെർട്ടിക്കുലർ റീജിയൻ എത്തുമ്പോൾ. ആ റീജിയൻ ഇസ് നോൺ ആസ് എന്താണ്? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അത് എത്തിന്ന് പറഞ്ഞ ഒന്നുമില്ല, നമ്മുടെ ഡയോഡ് ഡാമേജ് ആയി. ഓക്കെ അല്ലെ? നമ്മുടെ ഡയോഡ് ഡാമേജ് ആയി എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ കേട്ടോ. ക്ലിയർ ആയല്ലോ? സോ വോൾട്ടേജ് മാക്സിമം ആകുന്ന അല്ലെങ്കിൽ മാക്സിമം ആകുന്ന അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അത് നശിച്ചു. ഓക്കെ, സോ ആ മാക്സിമം ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഹോൾസും ഇലക്ട്രോൺസും എന്താ ചെയ്യുന്നത്? യെസ്, ഈ പറയുന്ന ഡിപ്ലീഷൻ റീജിയനിൽ നിന്നും അകന്നു മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ ഫ്ലോ നടക്കുന്നത് അല്ലെ? കാരണം ഒന്ന് നോക്കിക്കേടാ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്, ഇവിടെ പോസിറ്റീവ് ആണ് വരുന്നത്.
അല്ലെ. അപ്പം ഹോൾസ് എന്ത് ചെയ്യും, ഡിപ്ലീഷൻ ലെയറിൽ നിന്നും ഇങ്ങോട്ടേക്കും, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇതാ ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ ചെറിയൊരു കറണ്ട് മാത്രമേ അവിടെ ഫോം ചെയ്യത്തുള്ളൂ. സോ ഇങ്ങനെ വരുമ്പം ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഓക്കെ അല്ലെ. ഇങ്ങനെ വരുമ്പം ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ അല്ലേടാ, കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ അല്ലേ. അങ്ങനെയാണ് നമ്മുടെ കഥ. ഇനി ഇവിടത്തെ നമുക്ക് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു കേസിലൊന്നും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. കാരണം നമുക്കിപ്പോൾ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഈസി ആയിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലെ. V/I ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഓരോ പോയിന്റിലും ഡിഫറെന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റിൽ എത്തുമ്പോഴത്തേനും മാറ്റം വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ആ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ഡൈനാമിക് റെസിസ്റ്റൻസ് കേട്ടോ. എന്താണ് ഡൈനാമിക് റെസിസ്റ്റൻസ്? ഓക്കെ, ഡൈനാമിക് റെസിസ്റ്റൻസ് ഒന്നുമില്ല, ΔV ഡിവൈഡഡ് ബൈ ΔI. യൂഷ്വലി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക റെസിസ്റ്റൻസ്? V/I അല്ലേ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ കറണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡൈനാമിക് റെസിസ്റ്റൻസ് ഓരോ പെർട്ടിക്കുലർ പോയിന്റിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത്, diode as a rectifier. Diode as a rectifier. These circuits are used to describe the conversion of AC signal to DC in power supplies. അതായത് നമുക്കറിയാം, നമുക്ക് ശരിക്കും KCB വരുന്ന ലൈൻ ഇല്ലേ, അവിടെ നമുക്ക് കിട്ടുന്നത് AC ആണ് അല്ലെ. AC കറണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ആ AC കറണ്ടിന് നമുക്ക് എന്താക്കണം? DC ആക്കണം. കാരണം നമ്മുടെ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും വേണ്ടത് DC ആണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ ഉപകരണങ്ങളിലും എന്തുണ്ടായിരിക്കും? ഒരു റെക്ടിഫയർ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഡയോഡിനെ റെക്ടിഫയർ ആക്കാനായിട്ടുള്ള കാരണം? നമ്മൾ പറഞ്ഞു കറണ്ടിന് ഒരു ഡയറക്ഷനിലെ അല്ലെ, ഓൺലി ഇൻ വൺ ഡയറക്ഷനിൽ മാത്രമേ കടത്തിവിടത്തുള്ളൂ. ഓക്കെ അല്ലെ, ഓൺലി ഇൻ വൺ ഡയറക്ഷനിൽ മാത്രമേ കറണ്ടിനെ കടത്തിവിടത്തുള്ളൂ. അതല്ലേ നമുക്ക് വേണ്ടതും. അതുകൊണ്ടാണ് ഡയോഡിനെ റെക്ടിഫയർ ആക്കുന്നത്. എന്തുകൊണ്ട് ഡയോഡിനെ റെക്ടിഫയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്തു? എന്തുകൊണ്ടാണ്? ഡയോഡ് ഒരൊറ്റ ഡയറക്ഷനിലുള്ള കറണ്ടിനെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡയോഡിനെ റെക്ടിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ്. ഓക്കെ, എന്തിനാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്? AC-നെ DC ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് രണ്ട് തരം റെക്ടിഫയർ ആണുള്ളത്. ഒന്ന് ഹാഫ് വേവും ഒന്ന് ഫുൾ വേവും. സോ നമുക്ക് ഫസ്റ്റ് ഹാഫ് വേവ് നോക്കാം. ഹാഫ് വേവില് ഒന്നുമില്ലടാ, ഇതാണ് നമ്മുടെ AC സിഗ്നൽ. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് വരുന്നത്. അപ്പൊ രണ്ട് ഡയറക്ഷനിലുണ്ട് അല്ലെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? സിംഗിൾ ഡയറക്ഷനിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആരെയാടാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ. ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടൊന്നും ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡയോഡ്. ഡയോഡിന്റെ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് ഇത്. ക്ലിയർ അല്ലേടാ? പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. സെക്കൻഡറിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡയോഡിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ വി ഹാവ് എ ലോഡ് റെസിസ്റ്റൻസ്. അക്രോസ് ദിസ് ലോഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഈ ഒരു സെറ്റപ്പ്, അതായത് ഡയോഡിനെ നമുക്ക് റെക്ടിഫയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഒരു ലോഡ് റെസിസ്റ്റൻസും ഒരു ഡയോഡും മാത്രം നമുക്ക് മതി. ആൻഡ് കണക്ഷൻ ഈസിയാണ് അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അതിന്റെ സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ ലോഡും അതുപോലെ തന്നെ ഡയോഡും നമ്മൾ കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതാണ് അല്ലെ, പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതാണ്. സോ ഹിയർ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്. സോ ഇതെന്താണ്? ഫോർവേഡ് ബയസിലാണ്. സോ ഡയോഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഫോർവേഡ് ബയസിലാണെങ്കിൽ മാത്രമേ കറണ്ടിനെ കടത്തിവിടുള്ളൂ. ഓക്കെ അല്ലെ, ഫോർവേഡ് ബയസിലാണെങ്കിൽ മാത്രം. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടിഫയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഡയോഡിൽ ഫോർവേഡ് ബയസ് വന്ന കറണ്ടിനെ കടത്തിവിടും. സോ കറണ്ടിനെ കടത്തിവിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇതിനെ കിട്ടി. അടുത്തത് നമ്മൾ സെക്കൻഡ് എന്താ ഉള്ളത്? നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഓക്കെ അല്ലെ, നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത്. അങ്ങനെ നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇനി എന്തായി? ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിന്റെ അവിടെ ഇവിടെ ഇതെന്താണ്? നെഗറ്റീവ് ആണ് വരുന്നത് അല്ലെ. നമുക്ക് വരുന്ന ഇൻപുട്ട് നെഗറ്റീവ് ആണ്. സോ ഇതെന്താണ്? റിവേഴ്സ് ബയസ്ഡ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടുന്നില്ല? റിസൾട്ട് കിട്ടിയില്ല. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് തേർഡ് എന്ന് പറയുന്നത് എന്താണ്? തേർഡില് എഗെയിൻ എന്താണ്? പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി നമുക്ക് ഇനിയും ഒരു സാധനം കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ, ഇവിടെ നെഗറ്റീവ് ആവത്തില്ലേ? സോ ഇത് റിവേഴ്സ് ബയസ് ആവില്ലേ? റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയർ. ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ, 1/2 of each AC input cycle is rectified. മനസ്സിലായല്ലോ? 1/2 of each. ക്ലിയർ അല്ലേ? നെഗറ്റീവ് ഡയറക്ഷനിലുള്ളതൊന്നും നമുക്ക് കിട്ടത്തില്ല.
When the PN junction diode is forward biased, it gives little resistance, and when it is reverse biased, it produce high resistance. നമ്മൾ പറഞ്ഞു ഫോർവേഡ് ബയസിലാണെങ്കിൽ വളരെ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ, അന്നേരം കറണ്ട് ഫ്ലോ നടക്കും. അതേസമയം റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് അവിടെ കറണ്ട് ഫ്ലോ നടക്കത്തില്ലെന്ന് പറഞ്ഞു. During one half cycle, the diode is forward biased. When the input voltage is applied and the opposite half cycle, it is reversed. Okay, ഇതിൽ പോസിറ്റീവ് ആണ്, സോ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ഇവിടെയോ നെഗറ്റീവ് ഡയറക്ഷനിൽ കിട്ടത്തില്ല, റിവേഴ്സ് ബയസ് ടൈപ്പ്. ഓക്കെ അല്ലടാ. ഇനി അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൽ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെറ്റപ്പ് തന്നെ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ വേണോടാ? 2 ഡയോഡ്സ് വേണം. ഓക്കെ അല്ല, 2 ഡയോഡ്സ് വേണം ആൻഡ് ഒരു ലോഡ് റെസിസ്റ്റൻസും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആവശ്യമായിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ സ്റ്റെപ്പ് സെക്കൻഡറി ഇതിൽ നിന്നും ഒരു ഡയോഡും രണ്ടാമത്തെ ഈ ഇതിൽ നിന്നും ഒരു ഡയോഡും കൊടുത്തു. പിന്നെ സെന്ററിലെ, ഓക്കെ സെന്ററിലെ കണ്ടോ, സെന്ററിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ എടുത്തു. ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ന്യൂട്രൽ ആയിരിക്കും അല്ലെ, 0 വോൾട്ട് ആയിരിക്കും വരുന്നത്. സോ ആ ന്യൂട്രൽ ലൈൻ ഉണ്ട്. ദീസ് ആർ ഫേസ് കേട്ടോ, ഇതാണ് ഫേസസ് വരുന്നത്, ഫേസ് 1 ഫേസ് 2 ആൻഡ് ദിസ് ഇസ് ന്യൂട്രൽ. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് നോക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സൈക്കിൾ. ഓക്കെ, അപ്പം എന്തൊക്കെയാ വേണ്ടെന്ന് മനസ്സിലായല്ലോ. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ വേണം, ആൻഡ് നമുക്ക് 2 ഡയോഡ്സ് വേണം, ഒരു ലോഡ് റെസിസ്റ്റൻസ് വേണം. ഇത് ഫസ്റ്റ് വൺ. ഓക്കെ, ദിസ് ഇസ് സെക്കൻഡ് ആൻഡ് ദിസ് ഇസ് തേർഡ്. അപ്പൊ ഫസ്റ്റത്തെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ ഈ പോസിറ്റീവ് ഡയറക്ഷനിൽ വരുമ്പോൾ ഇത് ഡയോഡിന്റെ പോസിറ്റീവ്, ഇത് ഡയോഡിന്റെ പോസിറ്റീവ്. പോസിറ്റീവ് ഡയറക്ഷനിൽ വരുമ്പം ഇവിടെ പോസിറ്റീവും കിട്ടും. ഇവിടെ ആണെങ്കിലോ 180 തിരിഞ്ഞിട്ടാ വരാം അല്ലെ, ഫേസ് 2 180 തിരിഞ്ഞിട്ടാ വരാം. സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. സോ ഹിയർ ഇറ്റ് വിൽ ബി റിവേഴ്സ് ബയസ്ഡും ഹിയർ ഇറ്റ് വിൽ ബി ഫോർവേഡ് ബയസ്ഡും ആയിരിക്കും. സോ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടി, ഒരു റിസൾട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലുള്ളത് വരുമ്പോഴോ, നെഗറ്റീവ് ഡയറക്ഷനിൽ വരുമ്പം അഗെയിൻ ഇവിടെ എന്താ വരിക, ഇവിടെ നെഗറ്റീവാ വരാം, ഇത് ഡയോഡിന്റെ പോസിറ്റീവ്. അപ്പം ഇവിടെ റിവേഴ്സ് ബയസ്ഡ് ആയി. ഇവിടെ ഇതിന്റെ 180 ഡിഗ്രി മാറിയിട്ടാ വരാം. ഇതിന്റെ 180 ഡിഗ്രി മാറിയിട്ടെന്ന് പറഞ്ഞാൽ, ഓക്കെ ഇതിന്റെ 180 ഡിഗ്രി മാറി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്, പോസിറ്റീവാ കിട്ടുന്നത് അല്ലെ, പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതാ കിട്ടുക. സോ ഹിയർ ഡയോഡ് പോസിറ്റീവ് ആണ്, നമുക്ക് കിട്ടുന്നതും പോസിറ്റീവ് ആയിരിക്കും. സോ വി ഗോട്ട് അനദർ റിസൾട്ട്. ഇനി നെക്സ്റ്റ് തേർഡ് ഫേസിലോടാ. തേർഡിൽ എങ്ങനെയായിരിക്കും, അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റിവേഴ്സ് ബയസ്ഡ് വരും, മുകളിൽ ഫോർവേഡ് ബയസ്ഡും. അതായത് ഫേസ് 1 റിവേഴ്സ് ബയസ് ഫോർവേഡ് ബയസ്ഡും ഫേസ് 2 റിവേഴ്സ് ബയസ്ഡും. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്, ഫുൾ വേവ് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ, കൺസ്ട്രക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് an output voltage or in output current which is purely DC. അപ്പം ഇതും നമുക്ക് പ്യുവർലി DC എന്ന് പറയാൻ പറ്റും. ഈ റിസൾട്ടും ഇതും പ്യുവർലി DC എന്ന് പറയാൻ പറ്റില്ല. കാരണം DC എന്ന് പറയണമെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കണം DC. ഇവിടെ എന്തുണ്ട്, AC-യുടെ റിപ്പിൾസ് ഉണ്ട്. സോ ദാറ്റ് ഡസൻ മീൻ ലൈക്ക് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് DC ആണോ കിട്ടിയത്, അല്ല. എവിടേക്കോ കുറവുള്ള AC-യുടെ എന്തൊക്കെയോ ഒരു അംശമുള്ളതാണ് നമുക്കിവിടെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പ്യുവർ ഫോം, അതായത് DC-യുടെ നമുക്ക് പക്ക DC കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം. എന്താ യൂസ് ചെയ്യേണ്ടത്, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം. അങ്ങനത്തെ ഫിൽറ്റേഴ്സ് ആണ് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റർ, ഈ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് ആരെ നമുക്ക് വെക്കാം, കപ്പാസിറ്ററിനെ വെക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്ടേഴ്സിനെ യൂസ് ചെയ്യാം. ഈ ലോഡ് റെസിസ്റ്ററിനോട് സീരീസ് കണക്ഷനിൽ നമുക്ക് ഇൻഡക്ടർ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പൊ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താ പ്രത്യേകത, കപ്പാസിറ്റർ AC-നെ മാത്രമേ കടത്തി വിടുള്ളൂ. സോ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, AC മൊത്തം കപ്പാസിറ്ററിലൂടെ പൊക്കോളും. ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുക, ഔട്ട്പുട്ട് നമുക്ക് DC കിട്ടും, പ്യുവർ DC കിട്ടും. ഓക്കെ, റിപ്പിൾസ് ഒന്നും ഇല്ലാത്ത, AC-യുടെ റിപ്പിൾസ് ഒന്നും ഇല്ലാത്ത പ്യുവർ DC നമുക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ. യെസ്, അപ്പൊ അങ്ങനെ നമ്മൾ ഫുൾ വേവ് ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയറും പറഞ്ഞു. What is the output frequency of a full wave rectifier? Is the input frequency is 50 Hz. So output frequency is double as the input frequency of a full wave rectifier. So it will be 100 Hz. 50 ആണെങ്കിൽ 100 ആയിരിക്കും. അപ്പൊ മക്കളെ, അഗെയിൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബേഴ്സ് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫീഡ്ബാക്സ് പറയാം. ആയി തോന്നുന്നത് പറയാനല്ല കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വേണം, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണം, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, യെസ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ സെമി കണ്ടക്ടറിന്റെ വീക്ക്യൂസ് അറ്റൻഡ് ചെയ്യണം, കുറച്ചും കൂടെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീക്ക്യൂസിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നോടാ, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. ആൻഡ് യെസ്, സോ
വൺസ് അഗെയിൻ എല്ലാവരോടും താങ്ക്സ് പറയുവാണ്. ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ലെസ് ദാൻ an hour അല്ലേ, 1 മണിക്കൂർ പോലും നമ്മൾ എടുത്തിട്ടില്ല. അത്രയും അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഡീറ്റെയിൽഡ് വേർഷൻ വേണം, മീൻസ് എനിക്ക് ഇൻ ഡെപ്ത് ഇത് പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതിനുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ. ബൈ ബൈ, താങ്ക് യു.